നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 6ാം സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് 3ാമത്തെ ചാപ്റ്ററായ കേരള ദി ലാൻഡ്, ദ റെയിൻ ആൻഡ് ദ പീപ്പിൾ. അതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതായത് നമ്മുടെ സംസ്ഥാനത്തിലേക്ക് എത്തിച്ചേരുന്ന പച്ചക്കറികളും അതുപോലെ പൂക്കളും മറ്റു ധാന്യങ്ങളുമെല്ലാം നമ്മൾ ഈ വക കാര്യങ്ങൾക്ക് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതിനെക്കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മണ്ണിനങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ച് താരതമ്യ പഠനം നടത്തി. ജലലഭ്യതയെക്കുറിച്ച് തമിഴ്നാട്ടിലും കേരളത്തിലും ജലത്തിൻ്റെ ലഭ്യതയെക്കുറിച്ചും, എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ കൃഷി ചെയ്യാത്തത്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. പിന്നീട് നമ്മൾ നമ്മുടെ ഫിസിയോഗ്രാഫിക് ഡൈവേഴ്സിറ്റി അനുസരിച്ച് നമ്മുടെ കേരളത്തെ എന്ത് ചെയ്തിരിക്കുന്നു? ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോലാൻഡ് എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിരിക്കുന്നതിനെക്കുറിച്ച് പഠിച്ചു. ഇനി ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് എ ലാൻഡ് ദാറ്റ് എംബ്രേസ്ഡ് അഗ്രികൾച്ചർ, കൃഷിയെ നെഞ്ചേറ്റിയ നാട്, അതുമുതലാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. കേരള വാസ് ദ സെൻറ്റർ ഓഫ് ആൻ അഗ്രേറിയൻ കൾച്ചർ. യു ഹാവ് ലേൺഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ് അബൌട്ട് ദ ഡിഫറെൻറ്റ് ഫെസ്റ്റിവൽസ് ആൻഡ് കസ്റ്റംസ് ദാറ്റ് പ്രൂവ് ദിസ്. ലിസൺ ടു ദീസ് പ്രോവർബ്സ്. അതായത് കേരളം എന്ന് പറയുന്നത്, കേരള വാസ് ദ സെൻറ്റർ ഓഫ് ആൻ അഗ്രേറിയൻ കൾച്ചർ, നമ്മുടെ കേരളം എന്ന് പറയുന്നത് കാർഷിക സംസ്കാരത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു അല്ലേ. അതിനെക്കുറിച്ച് തെളിവായിട്ട് അനേകം ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്നെല്ലാം നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. You have learned in the previous classes about the different festivals and customs that prove it. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചില പ്രോവർബ്സ് അല്ലേ, ചില പഴഞ്ചൊല്ലുകളാണ് തന്നിട്ടുള്ളത്. അവ നമുക്കൊന്ന് നോക്കാം. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം, കുംഭത്തിൽ നട്ടാൽ കുടത്തോളം ചേന, മീനത്തിൽ നട്ടാലോ മീൻ കണ്ണിനോളം, തിരിമുറിയാതെ തിരുവാതിര ഞാറ്റുവേല. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്താണ് കേട്ടിട്ടുള്ള പഴഞ്ചൊല്ലുകളാണ്. ദീസ് പ്രോവർബ്സ് ഗീവ് എവിഡൻസ് ടു ദ പ്രൊഫൗണ്ട് ഇൻഫ്ലുവൻസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ക്ലൈമറ്റ് ഓൺ അവർ കൾച്ചർ. ഈ പഴഞ്ചൊല്ലുകളെല്ലാം നമ്മുടെ സംസ്കാരത്തിനെ അല്ലേ, കൃഷിയും കാലാവസ്ഥയും എല്ലാം നമ്മുടെ സംസ്കാരത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിരുന്നു എന്നതിനുള്ള തെളിവുകളാണ് നമുക്ക് ഈ പഴഞ്ചൊല്ലുകൾ വായിക്കുമ്പോൾ ലഭിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ചേഞ്ചിങ് ലാൻഡ് യൂസ്, ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽ, മാറുന്ന ഭൂവിനിയോഗം, അതുപോലെ മാറുന്ന ജീവിതക്രമം. ദ ഫോളോയിങ് ടേബിൾ ഷോസ് ദ വേരിയേഷൻസ് ഇൻ ദ ലാൻഡ് ഏരിയ ഓഫ് സം ഇമ്പോർട്ടൻറ്റ് ക്രോപ്സ് ഇൻ കേരള ഓവർ ദ പാസ്റ്റ് 50 years. താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ നമ്മുടെ കേരളത്തിലെ ചില പ്രധാനപ്പെട്ട വിളകളുടെ ഭൂവിസ്തൃതിയിൽ കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക്, അരനൂറ്റാണ്ടിനിടെ ഉണ്ടായിട്ടുള്ള വ്യത്യാസമാണ് ചേർത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ആ ക്രോപ്സ് ഏതെല്ലാമാണെന്ന് നോക്കാം. പാഡി, തപ്പിയോക്ക, കോക്കനട്ട്, റബ്ബർ. അത് 1961 എത്രയായിരുന്നു? 7.5. അതുപോലെ പാഡിയുടെ ഉൽപ്പാദനം അല്ലെങ്കിൽ ഏരിയ ഇൻ ലാക്ക് ഹെക്ടേഴ്സ്, ഭൂവിസ്തൃതി എങ്ങനെയാണ്? 1,00,000 ഹെക്ടറിലെ പാടി 1961 7.5 ഹെക്ടർ അത്രയായിരുന്നുവെങ്കിൽ 1987 ആയപ്പോഴേക്കും അത് 6.04 എന്ന രീതിയിൽ എന്ത് ചെയ്തു? ഭൂമിയുടെ വിനിയോഗം കുറഞ്ഞു. 2011 ആയപ്പോഴേക്കും അത് 2.08 തപ്പിയോക്ക 2.37, 1961 2.37, 1987 ആയപ്പോഴോ 1.72, അതുപോലെ 2011 ആയപ്പോഴേക്കും അത് 0.75 എത്തി. ഇനി കോക്കനട്ട്, നമ്മൾ തെങ്ങ് കൃഷി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 5.05 1961. അതുപോലെ 1987 ആയപ്പോഴേക്കും 7.75, 2011 8.21. റബ്ബറിൻ്റെ കൃഷിയിലുള്ള ഭൂവിസ്തൃതിയുടെ തോത് എന്ന് പറയുന്നത് 1.33. അതുപോലെ 1987 3.59, 2011 5.40. ഇത് നമ്മൾ ആ ടേബിൾ നോക്കി മനസ്സിലാക്കിയിട്ട് അടുത്ത പേജിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് ആൻസർ ചെയ്യാനായിട്ടാണ്. നമ്മൾ ഈ ടേബിൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നെൽകൃഷിയുടെ ഭൂവിസ്തൃതി എന്തുമാത്രമാണ് അതിൽ കുറവ് സംഭവിച്ചത് എന്ന് നമുക്കിത് നോക്കുമ്പോൾ മനസ്സിലാവും. ടേബിൾ നോക്കി മനസ്സിലാക്കും. അതുപോലെ റബ്ബർ എന്ന് പറയുന്നത് അതിൻ്റെ കൃഷിരീതി വ്യാപകമായി വർദ്ധിക്കുകയുണ്ടായി ഇല്ലേ. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഐഡൻറ്റിഫൈ ദ ക്രോപ്സ് ദാറ്റ് റെക്കോർഡഡ് എ റിഡക്ഷൻ ഇൻ ലാൻഡ് ഏരിയ. ഏതൊക്കെ വിളകളുടെ ഭൂവിസ്തൃതിയിലാണ് കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഏതൊക്കെയാണ്? പാടി, അതുപോലെ തപ്പിയോക്ക, നെല്ല്,
അതുപോലെ മരച്ചീനി, ഇവ രണ്ടുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഭൂവിസ്തൃതിയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ ക്രോപ്പ് ഹൂസ് ലാൻഡ് ഏരിയ ഡിക്രീസ്ഡ് ദ മോസ്റ്റ്. ഏത് വിളയുടെ ഭൂവിസ്തൃതിയാണ് ഏറ്റവും കുറഞ്ഞിട്ടുള്ളത്? ഏതിൻ്റെയാണ്? നെല്ല് അല്ലേ, പാഡിയുടെയാണ് ഏറ്റവും കുറഞ്ഞ ഭൂവിസ്തൃതിയായി മാറിയത്. അടുത്ത ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ ക്രോപ്സ് ഹൂസ് ലാൻഡ് ഏരിയ ഇൻക്രീസ്ഡ്. ഏത് വിളകളുടെ ഭൂവിസ്തൃതിയാണ് കൂടിയിട്ടുള്ളത്? തെങ്ങിൻ്റെയും അതുപോലെ റബ്ബറിൻ്റെയും, കോക്കനട്ട്, റബ്ബർ. വാട്ട് കൺക്ലൂഷൻ ഡു യു അറൈവ് അറ്റ് ബൈ അനലൈസിങ് ദ ടേബിൾ ബേസ്ഡ് ഓൺ ദ എബോവ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ മുകളിൽ നമ്മൾ പറഞ്ഞു, അതായത് ഭൂവിസ്തൃതിയിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് ഏതിൻ്റെയാണ്? നെല്ലിൻ്റെ ഉൽപ്പാദനമാണ്. അതുപോലെ തന്നെ ഏതൊക്കെ വിളകളുടെ ഭൂവിസ്തൃതിയിലാണ് കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? നെല്ലിൻ്റെയും മരച്ചീനിയുടെയും ഉൽപ്പാദനങ്ങൾ. അതുപോലെ ഏറ്റവും കൂടുതലായിട്ട് വ്യാപകമായി കൃഷി ചെയ്തത് തെങ്ങും റബ്ബറുമാണ്. അപ്പോൾ നമ്മൾ ഈ ചോദ്യത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പട്ടിക ഒന്നുകൂടി വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും? അതായത് റബ്ബർ കൾട്ടിവേഷൻ ഇൻക്രീസ്ഡ് വൈൽ ദാറ്റ് ഓഫ് പാഡി ആൻഡ് ടപ്പിയോക്ക ഡിക്ലൈൻഡ്. എന്താണ്? നെല്ല്, മരച്ചീനി എന്നീ വിളകളുടെ കൃഷിയിൽ കുറവ് വരുമ്പോൾ ഏത് കൃഷിയാണ്? റബ്ബർ കൾട്ടിവേഷൻ, റബ്ബർ കൃഷി വ്യാപകമായി മാറിയതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെല്ല്, മരച്ചീനി എന്നീ വിളകളുടെ കൃഷിയിൽ കുറവ് വന്നപ്പോൾ റബ്ബർ കൃഷി വ്യാപകമായി. അതുപോലെ എന്താണ്? കോക്കനട്ട് കൾട്ടിവേഷൻ ഇൻക്രീസ്ഡ്. എന്താണ്? നെൽകൃഷി ഏതാണ്? തെങ്ങ് കൃഷി വ്യാപകമായി വർദ്ധിക്കുകയുണ്ടായി. പാഡി കൾട്ടിവേഷൻ ആൻഡ് ഇറ്റ്സ് ലാൻഡ് ഏരിയ ഡിക്രീസ്ഡ്. എന്ത് ചെയ്തു? നെല്ലിൻ്റെ ഉൽപ്പാദനം, അതുപോലെ നെല്ലിൻ്റെ ഉൽപ്പാദനവും ആ ഭൂവിസ്തൃതി അല്ലെ, കൃഷി ചെയ്തിരുന്ന ആ ഭൂമിയുടെ വിസ്തൃതിയുമെല്ലാം കുറയുന്ന അവസ്ഥയുണ്ടായി, കുറവ് സംഭവിച്ചു. ദി ജനറൽ ലാൻഡ് യൂസ് ഓഫ് ദ സ്റ്റേറ്റ് ഹാസ് ഓൾസോ അണ്ടർഗോൺ ഡ്രാസ്റ്റിക് ചേഞ്ചസ് നൗ ഡേയ്സ്. എന്താണ്? നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുഭൂവിനിയോഗത്തിലും ഈ കാലയളവിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. Reclamation of paddy fields and ponds for other uses, destruction of hills, unscientific agricultural practices along the hill slopes etc. have now become widespread in Kerala. എന്താണ്? നമ്മുടെ കേരളത്തിലെ കുളങ്ങളും പോൺസും അതുപോലെ എന്താണ്? പാഡി ഫീൽഡും അല്ലേ, നെൽവയലുകളുമെല്ലാം മണ്ണിട്ട് നികത്തി മറ്റ് ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്നു. അതുപോലെ കുന്നിടിക്കൽ അല്ലേ, മല ഇടിച്ച് നിരപ്പാക്കുക, കുന്നിൻ ചരിവുകളിൽ അൺസയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമല്ലാതെ അശാസ്ത്രീയമായി കൃഷി ചെയ്യുന്നതുമെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ കേരളത്തിൽ ഇന്ന് വ്യാപകമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഭൂപ്രകൃതിയെ ബാധിക്കുന്നു, നമ്മുടെ കാലാവസ്ഥയെയും ഒക്കെ ബാധിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽ, മാറുന്ന ജീവിതക്രമം. അവർ എൽഡർ ജനറേഷൻസ് വർക്ക്ഡ് ഹാർഡ് ഇൻ ഫാംസ് ആൻഡ് ഫീൽഡ്സ്. നമ്മുടെ നേരത്തെയുള്ള തലമുറ അല്ലേ, നമ്മുടെ പഴയ തലമുറ എന്ന് പറയുന്നത് നമ്മുടെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനും ഒക്കെ അല്ലേ, അങ്ങനെയുള്ള തലമുറ എന്ന് പറയുന്നത് പാടത്തും പറമ്പത്തും ഒക്കെ അധ്വാനിച്ച് വിയർത്ത് നല്ല ജോലി ചെയ്തിരുന്നവരായിരുന്നു നമ്മളുടെ ആരെന്ന് പറയുന്നത്? എൽഡർ ജനറേഷൻ എന്ന് പറയുന്നത്. ആസ് ന്യൂ എംപ്ലോയ്മെൻറ്റ് അറേനാസ് ഡെവലപ്ഡ് ദ ന്യൂ ജനറേഷൻസ് അഫിനിറ്റി ടുവേർഡ്സ് അഗ്രികൾച്ചർ ഡിക്ലൈൻഡ്. എന്ത് ചെയ്യുകയാണ് ചെയ്തത്? ഇന്നത്തെ നമ്മുടെ പുതിയ രീതിയിലുള്ള തൊഴിൽ മേഖലകൾ വന്നതോടുകൂടി നമ്മളെപ്പോലെയുള്ള അല്ലെ പുതിയ തലമുറയ്ക്ക് കൃഷിയോടുള്ള താല്പര്യം എന്ത് ചെയ്തു? ഡിക്ലൈൻഡ്, വളരെയധികം കുറഞ്ഞു. ആസ് ദീസ് സെക്ടേഴ്സ് ഓഫേർഡ് ബെറ്റർ റിട്ടേൺസ് അഗ്രികൾച്ചർ നോട്ട് നെഗ്ലക്റ്റഡ്. അപ്പോൾ കൃഷിയിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം, ഇൻകം അല്ലെങ്കിൽ കൂടുതൽ വരുമാനം മറ്റു മേഖലകളിൽ നിന്നും ലഭിക്കുന്നതിനാൽ നമ്മൾ എന്ത് ചെയ്തു? പതിയെ കൃഷി നെഗ്ലക്റ്റ് ചെയ്തു അല്ലേ, കൃഷിയെ അവഗണിച്ചു അല്ലെങ്കിൽ കൃഷി ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. കേരള സ്ലോലി ഷിഫ്റ്റഡ് ഫ്രം അഗ്രികൾച്ചർ വിച്ച് ജനറലി ഡിമാൻഡ്സ് മോർ ഫിസിക്കൽ എക്സർഷൻ. എന്താണ്? നമ്മൾ കായികാധ്വാനം കൂടുതൽ ആവശ്യമായ മേഖലയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ കാർഷിക മേഖല അല്ലേ. ധാരാളം ജോലിയുണ്ട്, കായികാധ്വാനം കൂടുതലുള്ള ആ കാർഷിക മേഖല പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ മലയാളികൾ പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? പിന്മാറാൻ തുടങ്ങി. ഇത് പിന്നീട് എന്ത് സംഭവിക്കുകയാണ്? ദിസ് കോസ്ഡ് മെനി ചേഞ്ചസ് ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഓഫ് ദ പീപ്പിൾ. നമ്മൾ ജനങ്ങളുടെ കാർഷിക രീതിയിൽ നിന്നും ഇങ്ങനെയുള്ള മറ്റു തൊഴിലുകളിലേക്കുള്ള മാറ്റം നമ്മൾ ജനങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, ജീവിത രീതിയിലും അതുപോലെ ഹെൽത്ത് കെയർ, ആരോഗ്യ സംരക്ഷണത്തിലുമൊക്കെ നിരവധി മാറ്റങ്ങൾ വരുത്തുന്നതിന് ഇടയാക്കി. അതാണ് മാറുന്ന ജീവിതക്രമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ changes in lifestyle are said to be the chief cause of many new generation diseases such as hypertension, heart diseases, diabetes, etc. എന്താണ് നമ്മൾ ഈ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളാണ് നമ്മുടെ പുതുതലമുറ രോഗങ്ങളെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഏതൊക്കെയാണ് രക്തസമ്മർദ്ദം, അതുപോലെ ഹാർട്ട് ഡിസീസസ്, എന്താണ് ഹൃദ്രോഗം, അതുപോലെ ഡയബറ്റീസ്, പ്രമേഹം ഇങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ എന്താണ്, നമുക്ക് കായിക അധ്വാനമില്ലാത്തതാണെന്ന് പറയാം. ദീസ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഇവയെ നമ്മൾ എന്തെന്നാണ് അറിയപ്പെടുന്നത്, ജീവിതശൈലി രോഗങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മൾ കൃഷിയിൽ നിന്നെല്ലാം മാറി ഒട്ടുമേ കായിക അധ്വാനമില്ലാത്ത മേഖലകളിലെ തൊഴിലുകളിൽ ഏർപ്പെടാൻ തുടങ്ങി. അതോടുകൂടി നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റം സംഭവിക്കുകയും അങ്ങനെ നമുക്ക് ജീവിതശൈലി രോഗങ്ങളായ രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പ്രമേഹം എന്നിവയൊക്കെ വരുന്നതിന് കാരണമായി മാറുകയും ചെയ്തു. ടുഡേ waste disposal is one of the major problems faced by the Keralites who shifted from the rural life to an urban one. നമ്മുടെ ഇപ്പോൾ ഗ്രാമീണ ജീവിതത്തിൽ നിന്നും ആദ്യകാലത്ത് എവിടെ മാത്രമായിരുന്നു വേസ്റ്റ് ഡിസ്പോസൽ, മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് നഗരങ്ങളിൽ മാത്രമുള്ള ഒരു പ്രശ്നമായിരുന്നു എങ്കിൽ ഇപ്പോൾ എവിടെയുണ്ട്, നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും ഈ മാലിന്യത്തെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ, എങ്ങനെ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനെ പറ്റി ധാരാളം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഗ്രാമീണ ജീവിതത്തിൽ നിന്നും നഗര കേന്ദ്രീകൃതമായ ജീവിത രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു അല്ലേ. നമ്മൾ മാറിയ മലയാളികൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഏതാണ്, വേസ്റ്റ് ഡിസ്പോസൽ, അല്ലെങ്കിൽ എന്താണെന്ന് നമുക്ക് പറയാം, മാലിന്യ സംസ്കരണം. ഈവൻ ഇൻ വില്ലേജസ് ദ വേസ്റ്റ് ഡിസ്പോസൽ മെഷേഴ്സ് ആർ ഇൻസഫിഷ്യൻറ്റ്. നമ്മളിന്ന് ഗ്രാമങ്ങളിൽ പോലും മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ വളരെ വിരളം, അപര്യാപ്തമാണ് അല്ലേ. അപ്പോൾ നമുക്ക് മതിയായ രീതിയിൽ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഇന്ന് നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും ലഭ്യമാകുന്നില്ല. ഗ്രാമങ്ങളിലെന്ന് പറയാൻ കാരണം എന്തോന്നാണ്, ഗ്രാമങ്ങളിൽ വളരെ കുറച്ചു മാത്രമേ നമ്മൾ മാലിന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ അല്ലേ. നമ്മൾ ഇപ്പം ഗ്രാമീണ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ നമുക്കറിയാം, വളരെ കുറച്ച് മാത്രമേ നമ്മൾ വേസ്റ്റിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നുള്ളൂ. It is high time we prepared and executed plans to transform the biodegradable waste generated at home into organic manure. നമുക്കിതിന് പരിഹാരമായി എന്ത് ചെയ്യാൻ കഴിയും, വീട്ടിലെ മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിച്ച് നമുക്ക് ഓർഗാനിക് ജൈവ വളമായിട്ട് ഉപയോഗിക്കാനായി സാധിക്കണം. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഈ മാലിന്യങ്ങൾ സംസ്കരിച്ച് നമുക്ക് ജൈവവളം ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യതകൾ നമ്മൾ കണ്ടെത്തണമെന്നാണ് പറയുന്നത്. ദിസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ അവർ വെജിറ്റബിൾ ഗാർഡൻസ് ആൻഡ് ഫാംസ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ വീട്ടിലെ വെജിറ്റബിൾസ് ഗാർഡൻ അല്ലെ പച്ചക്കറി തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലും ഒക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിച്ച് ജൈവവളമായി ഉപയോഗിക്കാനും അതുപോലെ പച്ചക്കറി തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലും ഒക്കെ ഉപയോഗിക്കാനുള്ള പുതിയ പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കണമെന്നാണ് പറയുന്നത്. ദിസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ അവർ വെജിറ്റബിൾ ഗാർഡൻസ് ആൻഡ് ഫാംസ്. നമ്മളിതെല്ലാം ഉപയോഗപ്പെടുത്തുന്നത് എവിടെയായിരിക്കണം, നമ്മുടെ പച്ചക്കറി തോട്ടത്തിലും അതുപോലെ കൃഷിയിടങ്ങളിലുമെല്ലാം ഉപയോഗിക്കണം. Today there are many ways to treat waste without the stench. The biodegradable waste generated at home can be used for making vermicompost. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇന്നത്തെ കാലത്ത് മാലിന്യങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും, നമ്മൾ നേരത്തെ പറഞ്ഞു വീട്ടിൽ തന്നെ എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് സംസ്കരിച്ച് ജൈവ വളങ്ങളായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും. അതുപോലെയാണ് വെർമി കമ്പോസ്റ്റ്, അതായത് മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് തയ്യാറാക്കാനായിട്ട് വീട്ടിലെ മാലിന്യങ്ങൾ അഴുകിപ്പോകുന്നവ അല്ലേ, അഴുകിപ്പൊടിഞ്ഞ് അങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്നവ ഉപയോഗിച്ച് നമുക്ക് വെർമി കമ്പോസ്റ്റ് തയ്യാറാക്കാം, മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കാം. കൺസൾട്ട് വിത്ത് ദ നിയർ ബൈ കൃഷിഭവൻ ഫോർ മോർ ഡീറ്റെയിൽസ് ഓൺ ദിസ്. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് അടുത്തുള്ള കൃഷിഭവനിൽ അന്വേഷിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കിട്ടും, അതിനുള്ള നിർദ്ദേശങ്ങളും അവിടെ നിന്ന് നമുക്ക് അതിൽ എങ്ങനെ ചെയ്യണമെന്നുള്ള ക്ലാസ്സും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. കൃഷിഭവനിൽ നിന്നും നമുക്ക് ഉദ്യോഗസ്ഥർ പറഞ്ഞു തരുന്നതാണ്. മേക്കിംഗ് ബയോഗ്യാസ് ഫ്രം ബയോഡൈഗ്രഡബിൾ
ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ഇൻ അനദർ മെത്തേഡ്. ഇനി എന്താണ്, നമ്മൾ ഈ ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ച് ബയോഡിഗ്രേഡബിൾ, അതായത് നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും, ഈ മാലിന്യങ്ങളെ, ജൈവ മാലിന്യങ്ങളെ നമുക്ക് ബയോഗ്യാസ് ആക്കി മാറ്റുന്ന പദ്ധതിയും ഉണ്ടല്ലേ. അങ്ങനെ ചെയ്യാനും നമുക്ക് കഴിയുമെന്നതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. ദ ഗവൺമെൻറ് പ്രൊവൈഡ് സബ്സിഡി ഫോർ കൺസ്ട്രക്റ്റിംഗ് ബയോഗ്യാസ് പ്ലാന്റ്സ്. നമുക്ക് ഈ ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കുന്നതിന് സർക്കാർ എന്തും നൽകുന്നുണ്ട്, സബ്സിഡിയും നൽകുന്നുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്, മാലിന്യ നിർമ്മാർജ്ജനം വലിയൊരു പ്രശ്നം തന്നെയാണെങ്കിലും നമുക്ക് ഉണ്ടാകുന്ന മാലിന്യങ്ങൾ, നമ്മുടെ ജൈവ മാലിന്യങ്ങളെ നമുക്ക് എന്താക്കി മാറ്റാൻ കഴിയും, ജൈവ വളങ്ങളാക്കി മാറ്റാൻ കഴിയും. അത് നമ്മുടെ അടുക്കളത്തോട്ടങ്ങളിലേക്ക് ഉപയോഗിക്കാം. അതുപോലെ മാലിന്യങ്ങൾ, വീട്ടിലെ മാലിന്യങ്ങൾ അഴുകി പൊടിയുന്നവയാണെങ്കിൽ അവയെ നമുക്ക് വെർമി കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ് ആക്കി മാറ്റാം. ഇങ്ങനെയുള്ള ഒരുപാട് ഉപയോഗങ്ങൾ. പിന്നെ ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ച് ബയോഗ്യാസ് നിർമ്മിക്കാം. ഇങ്ങനെ നിരവധി ഉപാധികൾ അല്ലേ നമ്മുടെ മുന്നിലുണ്ട്. ഇനി ലെറ്റസ് ഫൈൻഡ് അൾട്ടർനേറ്റീവ്സ്. നമുക്കും എന്ത് ചെയ്യാം, അതിനൊരു ബദലായിട്ടുള്ള കാര്യങ്ങൾ നമുക്കും തേടാം, ബദലുകൾ, അല്ലെങ്കിൽ അതിന് എന്താണ് ഇതിനൊരു പരിഹാരം അല്ലെങ്കിൽ ബദലായിട്ടുള്ള കാര്യങ്ങളെന്ന് നോക്കാം. You might have seen that Kerala gave up its agro-based culture instead of making use of the potentials of its geographical peculiarities. കേരളം എന്ന് പറയുന്നത് നമ്മുടെ ജിയോഗ്രാഫിക്കൽ പെക്കുലാരിറ്റീസ്, നമ്മുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് പകരം നമ്മൾ എന്താണ് കണ്ടത്, നമ്മുടെ കേരളത്തിൻ്റെ കാർഷിക സംസ്കാരത്തിൽ നിന്നെല്ലാം വിട്ടകന്ന കാഴ്ചയാണ് നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചത്. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മുടെ കാർഷിക സംസ്കാരത്തിൽ നിന്നെല്ലാം ഒരുപാട് പുറകോട്ട് പോയിരിക്കുന്നു. Is a complete reversal possible? Never. But we can have some alternatives. Here are a few models. നമുക്ക് പൂർണ്ണമായും ഒരു തിരിച്ചുപോക്ക് ഇനി സാധ്യമല്ല. പക്ഷേ അതിന് പറ്റില്ലെങ്കിലും ചില ബദലുകൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അതിന് നമ്മൾ ചില മാതൃകകൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചില ചില വീട്ടുകാർ ചെയ്ത കൃഷി അല്ലേ, കൃഷിയെക്കുറിച്ചും സ്കൂൾ കുട്ടികൾ ചെയ്ത കൃഷിയെക്കുറിച്ചും എല്ലാം അതൊരു മാതൃകയായി നമുക്ക് കണക്കാക്കാവുന്നതാണ്, അല്ലെങ്കിൽ പഠിക്കാവുന്നതാണ്. അതായത് പെയിൻറ് ടിന്നിൽ ബാലുവിൻ്റെ കുട്ടിക്കൃഷി. ബാലു എന്ത് ചെയ്താണ്, സംസ്ഥാന കൃഷി വകുപ്പ് സമഗ്ര പച്ചക്കറി വികസനം ലക്ഷ്യമിട്ട് വിദ്യാർത്ഥികൾക്ക് പത്രവാർത്തയാണ്. ബാലു എന്ന് പറയുന്ന കുട്ടി എന്ത് ചെയ്തു, അവൻ ടിന്നിൽ, അതായത് പെയിൻറ് ടിന്നിൽ കൃഷി ചെയ്തതിനെക്കുറിച്ചാണ്, വിത്ത് വിതച്ച് കൃഷി ചെയ്തതിനെക്കുറിച്ചാണ് ഒരു പത്രവാർത്ത. അതുപോലെ സിയ എന്ന് പറയുന്ന കൊച്ചുകുട്ടി അമ്മയോടൊപ്പം ചേർന്ന് എന്ത് ചെയ്തു, കൃഷി ചെയ്തതിനെക്കുറിച്ച്. അതുപോലെ തന്നെ എന്താണ്, അമിതിൻ്റെ അടുക്കളത്തോട്ടം, അതും മറ്റൊരു കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മറ്റൊരു പത്രവാർത്തയാണ്. ഇനി നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് എന്താണ്, അൾട്ടർനേറ്റീവ്സ് ആൻഡ് പോസിബിലിറ്റീസ്. എന്താണ് നമ്മുടെ ബദലുകളും സാധ്യതകളും എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. വൈ ക്രൈ ഫോർ ലാൻഡ്? കൃഷി ചെയ്യാൻ മണ്ണില്ല എന്ന് പറഞ്ഞ് നമ്മൾ കരയാറുണ്ടല്ലേ. അതായത് നമുക്ക് കൃഷി ചെയ്യാൻ എന്തില്ല, ഭൂമിയില്ല എന്ന് പറഞ്ഞ് കരയുന്നവർ അല്ലെങ്കിൽ വിഷമിക്കുന്നവരുണ്ട്. അവർക്കുള്ളൊരു ബദലുകൾ അല്ലേ, പരിഹാരങ്ങൾ നോക്കാം. ഐ വുഡ് ലൈക്ക് ടു കൾട്ടിവേറ്റ് ബട്ട് നോ ലാൻഡ്. പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, എനിക്ക് കൃഷി ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, പക്ഷേ എന്തില്ല, മണ്ണില്ല എന്ന് പറയാറുണ്ടല്ലേ. ദിസ് ഈസ് വൺ ഓഫ് ദ ഫ്രീക്വൻറ്റ് കംപ്ലൈൻറ്റ്സ് എമോങ് അർബൻ ഡ്വല്ലേഴ്സ്. ആരിൽ നിന്നാണ് ഏറ്റവും കൂടുതലുമായി നഗരത്തിൽ താമസിക്കുന്നവരുടെ സ്ഥിരം പരാതികളിലൊന്നാണ് കൃഷി ചെയ്യാൻ സ്ഥലമില്ല എന്നുള്ളത്. ഹൈഡ്രോപോണിക്സ് ഈസ് എ സൊല്യൂഷൻ. അതിന് ഹൈഡ്രോപോണിക്സ് ഒരു പരിഹാരമാണ്. എന്താണ്, ഹിയർ the required nutrients are dissolved in water and given to the plants. എന്താണ് ചെയ്യുന്നത്, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ വെള്ളത്തിൽ അലിയിച്ചു നൽകുന്നൊരു രീതിയാണ് ഇവിടെ ചെയ്യുന്നത്. ഹസ്ക്, ഗ്രാവൽ എറ്റ്സെട്ര ക്യാൻ ബി ഗിവൺ ഫോർ ദ സ്പ്രെഡ് ഓഫ് റൂട്ട്സ്. എന്നിട്ട് എന്ത് ചെയ്യും, വേരുകൾക്ക് പടരാൻ വേണ്ടിയിട്ട് ഹസ്ക്, തൊണ്ടും അതുപോലെ ഗ്രാവൽ, ചരളുമെല്ലാം എന്ത് ചെയ്യുന്നു, തുടങ്ങിയ വസ്തുക്കൾ ഇതിന് നൽകുകയും ചെയ്യുന്നു. വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് ഈസ് ഹെൽപ്ഫുൾ ഫോർ പീപ്പിൾ വിത്ത് വെരി ലിറ്റിൽ സ്പേസ് അവൈലബിൾ. വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നില്ലേ നമ്മൾ വീട്ടിൽ, അങ്ങനെയുള്ളവർക്ക് പോലും വീട്ടിൽ പച്ചക്കറി കൃഷിത്തോട്ടം ഉണ്ടാക്കാൻ ഏറ്റവും സഹായകമാണ് അടുത്തൊരു കാര്യം. എന്താണ്, വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. അതെന്താണ്, ഇൻ ദിസ് മെത്തേഡ്, ഈ രീതിയിലൂടെ ലോ കാസ്റ്റ് നെറ്റ്സ് ആർ വെർട്ടിക്കലി ടൈഡ്
ടു പോൾസ് ഓർ ബാംബു. എന്ത് ചെയ്യുന്നു? മുളയിലോ കമ്പുകളിലോ വില കുറഞ്ഞ വല വാങ്ങി അത് കുത്തനെ വലിച്ചു കെട്ടിയാണ് ഈ കൃഷിരീതി നടപ്പിലാക്കുന്നത്. അതിന് പറയുന്ന പേരാണ് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. As the pulses and bitter gourd grow vertically, space won't be a problem. എന്താണ്? ഇങ്ങനെ ചെയ്യുമ്പോൾ പയറും പാവലും ഒക്കെ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് പടർന്നു പോവുകയും സ്ഥലക്കുറവ് ഒരു പ്രശ്നമായി മാറുകയും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ രണ്ട് കൃഷിരീതികളാണ് ഇപ്പോൾ ഇവിടെ പഠിച്ചത്, ഹൈഡ്രോപോണിക്സും അതുപോലെ വെർട്ടിക്കൽ നെറ്റ് ഫാമിങ്ങും. വെർട്ടിക്കൽ നെറ്റ് ഫാമിങ് മുളയിലോ കമ്പുകളിലോ വില കുറഞ്ഞ വല കുത്തനെ വലിച്ചു കെട്ടി നടപ്പിലാക്കുന്ന കൃഷിരീതിയാണ് എന്തെന്ന് പറയുന്നത്? വെർട്ടിക്കൽ നെറ്റ് ഫാമിങ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പയറും പാവലും എല്ലാം അതിന് മുകളിലേക്ക് പടർന്നു കയറുന്നതിനാൽ നമുക്ക് സ്ഥലക്കുറവ് ഒരു പ്രശ്നമായി മാറുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു കൃഷിരീതി ഹൈഡ്രോപോണിക്സ്, അത് സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ എങ്ങനെ കൊടുക്കുന്നതാണ്? വെള്ളത്തിൽ അലിയിച്ച് നൽകുന്നതാണ്. വേരുകൾക്ക് പടരാനായി എന്ത് ചെയ്യുന്നു? തൊണ്ടും ചരലും ഒക്കെ എന്ത് ചെയ്യുന്നു? നൽകുകയും ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്രം ഫയൽ ടു ഫീൽഡ്. എന്താണ്? ഫയലിൽ നിന്നും വയലിലേക്ക്. എന്താണ് ഫയലിൽ നിന്നും വയലിലേക്ക് എന്ന് നമുക്ക് നോക്കാം. ബമ്പർ ഈൽഡ് ഫ്രം ഇക്കോ ഫ്രണ്ട്ലി ഫാമിംഗ്. പരിസ്ഥിതി സൗഹൃദ കൃഷിക്ക് 100 മേനി വിളവ്. എന്താണ് അവിടെ തന്നിരിക്കുന്നത്? അതായത് കുട്ടനാട്ടിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ കർഷകരിൽ ഒരാളായ PJ തോമസ്, അദ്ദേഹം നെൽകൃഷിയിൽ തൻ്റെ പരീക്ഷണം നടത്തിയതിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്ത പരീക്ഷണം എന്ന് നമുക്ക് നോക്കാം. കുട്ടനാട്ടിലുള്ള ഒരു കൃഷിക്കാരനായ, അതായത് പരിസ്ഥിതി സൗഹൃദ കർഷകരിൽ ഒരാളായ PJ തോമസ്, അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നോക്കാം. Cow dung, cow's urine, soil from the paddy field, etc. are mixed in a particular proportion and kept enclosed for a few days. അദ്ദേഹം എന്താണ് ചെയ്തത്? ചാണകവും ഗോമൂത്രവും അതുപോലെ എന്താണ് സോയിൽ ഫ്രം ദ പാഡി ഫീൽഡ്, പാടത്തെ മണ്ണ്, ഇവയെല്ലാം ഒരു പ്രത്യേക അനുപാതത്തിൽ കൂട്ടിക്കലർത്തി കുറച്ച് ദിവസം അദ്ദേഹം എന്ത് ചെയ്തു? അടച്ച് വെച്ചിരുന്നു. എൻക്ലോസ്ഡ് ഫോർ എ ഫ്യൂ ഡേയ്സ്. ദിസ് മിക്സർ ഈസ് സ്പ്രേഡ് ഇൻ ദ പാഡി ഫീൽഡ്. അദ്ദേഹം എന്നിട്ട് എന്ത് ചെയ്തു? ഈ മിശ്രിതം പാടത്ത് നെൽച്ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ വീശി ഒഴിച്ചു കൊടുത്തു. ആസ് ഇറ്റ് ഈസ് ആൻ ഓർഗാനിക്സ് മിക്സർ ഇറ്റ് വോണ്ട് ഡു എനി ഹാം. നമുക്കറിയാം ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ മിശ്രിതം ജൈവ മിശ്രിതമായതുകൊണ്ട് തന്നെ ചെടിയിൽ വീണാലും എന്തില്ല? ഒരു ഹെൽത്ത് പ്രോബ്ലം, ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. ദി പ്രോസസ് വാസ് റിപ്പീറ്റഡ് 3 times അറ്റ് ആൻ ഇൻ്റർവെൽ ഓഫ് 15 days. അദ്ദേഹം എന്ത് ചെയ്തു? 15 ദിവസം വീതം ഇടവിട്ട് ഇത് 3 തവണ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ദ ഹെൽത്തി റൈസ് പ്ലാന്റ്സ് ഗവ് എ ഗുഡ് ഈൽഡ്. എന്ത് ചെയ്തു? ആരോഗ്യത്തോടെയുള്ള നല്ല നെൽച്ചെടികൾ അതിൽ നിറയെ കതിരുകളോടുകൂടി വളരാൻ തുടങ്ങി. വൈൽ അതർ ഫീൽഡ്സ് ഈൽഡഡ് 2.5 tons of rice per acre, മിസ്റ്റർ തോമസ് ഹാർവസ്റ്റ് 3 tons of rice. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? രാസവളം ഉപയോഗിച്ച് കൃഷി ചെയ്ത മറ്റു പാടങ്ങളിലൊക്കെ ഏക്കറിന് എത്രയാണ്? 2.5 tons, 2.5 ടൺ നെല്ല് കിട്ടിയപ്പോൾ മിസ്റ്റർ തോമസിന് ഈ ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്ത നെൽപ്പാടത്തു നിന്നും 3 ടൺ നെല്ല് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്താണ്? വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളതും നമുക്ക് അനുകരിക്കാനൊക്കെ കഴിയുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? ക്യാൻ വി അഡോപ്റ്റ് സം ഓഫ് ദിസ്? നമുക്കും ഇതുപോലെ ചിലതെല്ലാം എന്ത് ചെയ്യാം? അനുകരിച്ചുകൂടെ? അല്ലെങ്കിൽ നമുക്കിതെല്ലാം സ്വീകരിക്കാം. സച്ച് ആക്ഷൻസ് വുഡ് ബി ഹെൽപ്ഫുൾ ഇൻ സസ്റ്റെയിനിങ് സോയിൽ. ഇതിലൂടെ നമുക്ക് നമ്മുടെ നഷ്ടമായ കൃഷിയെ തിരിച്ചു പിടിക്കാൻ കഴിയില്ലെങ്കിലും മണ്ണിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിലനിർത്താനായിട്ട് സാധിക്കും. ഇറ്റ് വുഡ് ബി ബെനിഫിഷ്യൽ ഇഫ് വി കുഡ് റിട്ടൈൻ ദ മോയ്സ്ചർ ഓഫ് ദി സോയിൽ ആൻഡ് എ കൂൾനെസ് ഓഫ് നാച്ചർ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ പ്രകൃതിയുടെ കുളിർമയും അതുപോലെ മണ്ണിൻ്റെ നീർവാർച്ചയുമെല്ലാം തിരിച്ചു പിടിക്കാനായാൽ അത് തന്നെ വലിയൊരു നേട്ടമാണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ജൈവവള കൃഷിയിലേക്ക് മാറുമ്പോൾ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് നമുക്ക് കഴിയുന്നു, അതുപോലെ മണ്ണിൻ്റെ നീർവാർച്ച പിടിച്ചു നിർത്താനും കഴിയുന്നു. ഗവൺമെൻറ് നെക്സ്റ്റ് എന്ന് പറയുന്നത്
എന്താണ് ഗവൺമെൻറ് ഇൻസെൻറ്റീവ്, അതായത് സർക്കാരിൻ്റെ പ്രോത്സാഹനം. ദ ഗവൺമെൻറ് ഹാസ് ഡിസൈൻഡ് വേരിയസ് പ്രോഗ്രാംസ് ആൻഡ് സ്കീംസ് ടു റിക്ലൈം കേരളാസ് അഗ്രികൾച്ചറൽ ഹെറിറ്റേജ്. നമ്മുടെ കേരളത്തിൻ്റെ അഗ്രികൾച്ചറൽ ഹെറിറ്റേജ്, കാർഷിക പാരമ്പര്യം തന്നെ തിരിച്ചു പിടിക്കാൻ നമ്മുടെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആവിഷ്കരിച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ എന്തെല്ലാമാണ്, അതായത് നമ്മുടെ ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി സ്കീമുകൾ തന്നെ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള, VFPCK, അത് അത്തരത്തിലുള്ള ഒരു സംരംഭമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഫങ്ഷൻസ് വിത്ത് ദ എയിം ഓഫ് പ്രൊമോട്ടിംഗ് ദ കൾട്ടിവേഷൻ ഓഫ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, സ്പൈസ് ക്രോപ്സ്, മഷ്റൂം ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ്. എന്താണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്, പഴങ്ങളും പച്ചക്കറികൾ, സുഗന്ധവിളകൾ, കൂൺ ഇനങ്ങൾ, ഔഷധ സസ്യങ്ങൾ, ഇങ്ങനെയുള്ളവയുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ലക്ഷ്യമിട്ടിരിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹോർട്ടിക്കൾച്ചർ മിഷനിലൂടെ പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവിളകൾ, മഷ്റൂം, മറ്റ് ഔഷധ സസ്യങ്ങൾ ഇവയുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നു. പ്രൊമോഷൻ ഓഫ് ബീ കീപ്പിംഗ് ഈസ് ഓൾസോ ആൻ എയിം ഓഫ് ദിസ് മിഷൻ. അപ്പോൾ ഇതിൻ്റെ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, നമ്മുടെ ഈ കൃഷിരീതിയെല്ലാം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ദ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, കുടുംബശ്രീ മിഷൻ ആൻഡ് സെവറൽ അതർ ഏജൻസീസ് ഹെൽപ്പ് ദ ഗവൺമെൻറ് ഇൻ പ്രൊമോട്ടിംഗ് അഗ്രികൾച്ചർ. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ അതുപോലെ തന്നെ എന്താണ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, കൃഷി വകുപ്പ്, കുടുംബശ്രീ മിഷൻ, മറ്റ് നിരവധി ഏജൻസികൾ ഇതെല്ലാം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ആരെ സഹായിക്കുന്നുണ്ട്, സർക്കാരിനെ സഹായിക്കുന്നുണ്ട്. ഹെൽപ്പ് ദ ഗവൺമെൻറ്, നമ്മുടെ ഗവൺമെൻറ്റിനെ സഹായിക്കുന്നുമുണ്ട്. ഇനി ചില നൂതനമായ കൃഷിരീതികളെക്കുറിച്ചാണ്. മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നിക്സ് എന്തെല്ലാമാണ്? ഗ്രീൻ ഹൗസ് ഫാമിംഗ്. In severely cold regions, crops are grown in glass roofed rooms in order to protect them. അതായത് കൊടും തണുപ്പുള്ള സ്ഥലങ്ങളിൽ കൃഷികൾ നശിച്ചു പോകാതിരിക്കാൻ, വിളകൾ നശിച്ചു പോകാതിരിക്കാനായി എന്ത് ചെയ്യുന്നുണ്ട്, സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ വളർത്തുന്നുണ്ട്. ഈ രീതിക്കാണ് ഗ്രീൻ ഹൗസ് ഫാമിംഗ് അല്ലെങ്കിൽ ഹരിതഗൃഹ കൃഷി എന്ന് പറയുന്നത്. ഹരിതഗൃഹ കൃഷി അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ശൈത്യ പ്രദേശങ്ങൾ, അതായത് നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ വളർത്തുന്ന രീതിയാണ്. നെക്സ്റ്റ് മറ്റൊന്നാണ് എന്തെന്ന് പറഞ്ഞാൽ പ്രെസിഷൻ ഫാമിംഗ് അല്ലെങ്കിൽ കൃത്യതാ കൃഷി എന്ന് പറയുന്നത്. എന്താണ് പ്രെസിഷൻ ഫാമിംഗ് എന്ന്? ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് ഗിവിംഗ് അഡ്വക്കേറ്റ് കെയർ, വാട്ടർ, മാനുവർ എറ്റ്സെട്ര ഫോർ ഈച്ച് ക്രോപ്പ് ആൻഡ് സോയിൽ ടൈപ്പ് പ്രിസൈസ്ലി അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ്. ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം, അതായത് സമയത്തിൻ്റെ വെള്ളം, വളം എന്നിവ കൃത്യമായ അളവിൽ നൽകുന്നൊരു കൃഷിരീതിയാണ് കൃത്യതാ കൃഷി എന്ന് പറയപ്പെടുന്നത്. എനി റീജിയൻ ഹാവിങ് ആംബിൾ സൺലൈറ്റ് ആൻഡ് വെൽ ഡ്രെയിൻഡ് സോയിൽ ഈസ് സ്യൂട്ടബിൾ ഫോർ പ്രിസിഷൻ ഫാമിംഗ്. അപ്പോൾ അതിന് ഈ രീതിയിലുള്ള പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ സൂര്യപ്രകാശവും നീർവാർച്ചയും ഒക്കെ ലഭിക്കുന്ന ഏത് സ്ഥലവും ഈ കൃഷിരീതി, കൃത്യത കൃഷിരീതിക്ക് വേണ്ടി നമുക്ക് പരീക്ഷിക്കാം അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫെർട്ടിഗേഷൻ. Fertigation is the method of giving water and manure drop by drop. എങ്ങനെ നൽകുന്നതാണ്? വെള്ളവും വളവും എങ്ങനെ ഡ്രോപ്പ് രൂപത്തിൽ, കണികാ രൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിക്കാണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഫെർട്ടിഗേഷൻ? അതായത് വാട്ടറും മാന്യൂറും, വെള്ളവും വളവും എല്ലാം ഡ്രോപ്പ് രൂപത്തിൽ, തുള്ളികളായിട്ട് അല്ലെങ്കിൽ കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിക്കാണ് ഫെർട്ടിഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആസ് എ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ്ഡ് ആർ കംപ്ലീറ്റ്ലി സോല്യൂബിൾ ഇൻ വാട്ടർ, ദ പ്ലാന്റ്സ് ക്യാൻ ഫാസ്റ്റ് അബ്സോർബ് ദം. എന്ത് ചെയ്യുന്നു?
ഈ പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങൾ ആണ് ഉപയോഗിക്കുന്നത്. പൂർണ്ണമായിട്ടും വെള്ളത്തിൽ ലയിപ്പിക്കാൻ കഴിയുന്ന രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ചെടികൾക്ക് അവ വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയുന്നു. അപ്പോൾ ആ രീതിക്കാണ് എന്തെന്ന് പറയുന്നത് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗ്രീൻ ഹൗസ് ഫാമിങ്ങും പ്രെസിഷൻ ഫാമിംഗ്, ഫെർട്ടിഗേഷൻ ഇവ മൂന്നുമാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ചാപ്റ്ററിൽ നിന്നും മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏതെന്ന് പറയുന്നത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പദ്ധതികൾ, അതുപോലെ ഹരിതഗൃഹ കൃഷി, കൃത്യത കൃഷി, ഫെർട്ടിഗേഷൻ എന്നിവ. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ എന്താണ് ഫാമേഴ്സ് ഡയറി അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഫാമേഴ്സ് ഡേ, നമ്മുടെ കർഷക ദിനത്തെക്കുറിച്ച്. ചിങ്ങം 1 ഈസ് ദ ഫാമേഴ്സ് ഡേ. നമ്മുടെ ഫാർമേഴ്സ് ഡേ അല്ലെങ്കിൽ കർഷക ദിനം എന്ന് പറയുന്നത് ചിങ്ങം 1. ഹൗ ഡു യു പ്ലാൻ ടു സെലിബ്രേറ്റ് ഫാമേഴ്സ് ഡേ ഇൻ യുവർ സ്കൂൾ ഇൻ ദിസ് ഇയർ? ഡിസ്കസ്. നിങ്ങൾ എങ്ങനെയാണ് സ്കൂളുകളിൽ ഈ ദിനം ഈ വർഷം ആഘോഷിക്കാൻ പോകുന്നതൊക്കെയാണ്. നമുക്കറിയാം അല്ലേ, കർഷക ദിനം സാധാരണ നിങ്ങൾ എന്താണ് നമ്മൾ സ്കൂളുകളിൽ വിത്തുകൾ നടാറുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. കർഷക ദിനത്തിൽ ധാരാളം ചെടികൾ നട്ടുപിടിപ്പിക്കാറുണ്ട്. പക്ഷേ എന്താണ് ഇപ്പോഴത്തെ നമ്മുടെ കോവിഡ് സാഹചര്യത്തിൽ നമുക്ക് സ്കൂളിൽ പോകാനൊന്നും കഴിയുന്നില്ല. ഗ്രീൻ കേരള, ഹരിത കേരളം എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ഫിസിയോഗ്രഫി, സോയിൽ ആൻഡ് ക്ലൈമറ്റ് ഓഫ് കേരള ആർ ഫേവറബിൾ ഫോർ അഗ്രികൾച്ചർ. നമ്മുടെ കേരളത്തിലെ ഭൂപ്രകൃതിയും മണ്ണും കാലാവസ്ഥയുമെല്ലാം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ മനസ്സിലാക്കി. വി കേരളൈറ്റ്സ് ഹാവ് ടു ചേഞ്ച് അവർ ലൈഫ് സ്റ്റൈൽ ഇൻ ടു വൺ ദാറ്റ് യൂട്ടിലൈസ് ദീസ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കേരളീയരെ ഇതിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ജീവിതശൈലിയിലേക്ക് ഇനിയെങ്കിലും എന്ത് ചെയ്യേണ്ടതുണ്ട്? മാറേണ്ടതായിട്ടുണ്ട്. ഈസ് ഫാമിലി കൾട്ടിവേറ്റിംഗ് വെജിറ്റബിൾസ് ഇൻ ദെയർ കോർട്ട്യാർഡ് ഫോർ ദെയർ നീഡ്സ്. നമ്മൾ ഓരോരുത്തരും ഓരോ കുടുംബവും എന്ത് ചെയ്യണം? അവരവർക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ എവിടെ തന്നെ കൃഷി ചെയ്യണമെന്നാണ് പറയുന്നത്? വീട്ടുപറമ്പിൽ തന്നെ കൃഷി ചെയ്യണം. ദ വെജിറ്റബിൾസ് റിക്വയർഡ് ഫോർ ദ നൂൺ മീൽസ് പ്രോഗ്രാം ഇൻ ദ സ്കൂൾ ആർ ഗ്രോൺ ഇൻ ദ സ്കൂൾ കോമ്പൗണ്ട് ഇറ്റ് സെൽഫ്. പോയ്സൺ ഫ്രീ സെറിൽസ് ആൻഡ് വെജിറ്റബിൾസ് എവരിവെയർ. അപ്പം നമ്മൾ സ്കൂളിൽ എന്ത് ചെയ്യാറുണ്ട്? നിങ്ങൾ സ്കൂളിൽ ഉച്ചഭക്ഷണ പരിപാടിക്ക് ആവശ്യമായ പച്ചക്കറികൾ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തുണ്ടാക്കുന്നു? കൃഷി ചെയ്തുണ്ടാക്കാറുണ്ടല്ലേ. അതുപോലെ തന്നെ നാട്ടിലെങ്ങും വിഷമില്ലാത്ത പച്ചക്കറികളും ഭക്ഷ്യധാന്യങ്ങളുമൊക്കെ വിളയിക്കാൻ നമുക്ക് കഴിയും, അല്ലെങ്കിൽ വിളയിക്കണം നമ്മൾ. ആസ് ദ പീപ്പിൾ വർക്ക് ഹാർഡ് ഇൻ ദ ഫീൽഡ്സ് ആൻഡ് ഫാംസ് ദേ ഡോണ്ട് ഹാവ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അങ്ങനെ നമ്മൾ പാടത്തും പറമ്പത്തും ഒക്കെ അധ്വാനിക്കുമ്പോൾ നമുക്ക് ജീവിതശൈലി രോഗങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതിൽ നിന്നെല്ലാം നമുക്ക് മുക്തി ലഭിക്കുകയും ചെയ്യുന്നു. ലെറ്റ് us join our hands to revive the agro-based culture of our land whose physiography, soil, climate, rain and rivers provide ideal conditions for agriculture. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്? നമുക്ക് കൈകോർക്കാം. അതായത് നാം എല്ലാവരും ഒന്നുപോലെ ഉത്സാഹിച്ചാൽ എന്തിന് കഴിയും? നല്ലൊരു നാളേക്കായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഫിസിയോഗ്രഫി, അതായത് നമ്മുടെ ഭൂപ്രകൃതി, സോയിൽ മണ്ണ്, ക്ലൈമറ്റ് കാലാവസ്ഥ, റെയിൻ മഴ, ആൻഡ് റിവേഴ്സ് നമ്മുടെ പുഴകൾ, ഇവയെല്ലാം തന്നെ പ്രൊവൈഡ് ഐഡിയൽ കണ്ടീഷൻസ് ഫോർ അഗ്രികൾച്ചർ. ഇവയെല്ലാം തന്നെ നമുക്ക് കൃഷി ചെയ്യുന്നതിന് വളരെ അനുകൂലമാണല്ലേ. അപ്പം നമ്മുടെ നാടിൻ്റെ കാർഷിക സംസ്കാരം വീണ്ടെടുക്കാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം എന്നാണ് ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് പേജിൽ നമുക്ക് പറയുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണമെന്നാണ്? നമ്മുടെ വീട്ടിൽ പറ്റുന്നിടത്തോളം നമ്മൾ കൃഷി ചെയ്യുക എന്നാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും നമ്മുടെ കേരളത്തിൻ്റെ കാർഷിക രീതികളും ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. 4ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്നുള്ള നാലാമത്തെ ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്